ഇന്നത്തെ ചായയോടൊപ്പം ഉഴുന്നുവടയായാലോ? അതെ, ഇന്നും ബിന്ദുവാനിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് ഒരു ഗ്ലാസ് ഉഴുന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേ മിക്സിയിലിട്ട് മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ എന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? മുളക്, മല്ലിയില, ഇഞ്ചി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത്, നമ്മൾ ഉഴുന്നുവടയിൽ നമുക്ക് കടിക്കാൻ കിട്ടില്ലേ കുരുമുളക്, ആ കുരുമുളക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ ഒരു മിക്സിങ്ങാണ് നല്ല പോലെ കൈ കൊണ്ട് ഇളക്കി അതിനെ അങ്ങോട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇതിന് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയോ? അരിപ്പൊടി. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ വീണ്ടും ഇളക്കുക. ഈ സമയം നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ. നല്ല പോലെ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഓരോ ഉഴുന്നുവട നടുവിൽ ഒരു ഓട്ട കുത്തി ഇടുക. ഇനി ഒരു സൈഡ് വെന്ത് വരുമ്പോൾ അപ്പുറത്തെ സൈഡ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് നമ്മുടെ ഉഴുന്നുവടയുടെ ആ ഒരു കളറില്ലേ, അതാകുമ്പോൾ കോരി മാറ്റി എടുത്ത് വയ്ക്കുക. ഒരു ഗ്ലാസ് ചായയും ഒരു 2 ഉഴുന്നുവട ഉണ്ടെങ്കിൽ അന്നത്തെ വൈകുന്നേരം കുശാൽ. അങ്ങനെ ഉഴുന്നുവടയൊക്കെ റെഡിയാക്കി ബാക്കി കുറച്ച് മാവ് ഉണ്ടാവില്ലേ, അതിനെ ഉണ്ട പിടിച്ചിട്ടു. അപ്പോൾ എന്താ, ഉഴുന്നു ബോണ്ടയായി. ഇനി അതും കൊണ്ട് ഒരു ചൂട് ചായ എടുത്ത് നേരെ വിഷ്ണുവിൻ്റെ അടുത്ത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.